മന്ത്രമില്ല, മായമില്ല. എല്ലാവരും നല്ല രീതിക്ക് എടുക്കുക. ഇതിനകത്ത് മന്ത്രവുമായിട്ട് ബന്ധമില്ല. ഇത് ഡെയിലി നാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നാളെ ഇതൊരു പണിയാക്കാം എന്ന് കരുതി നാളെ പൂജയ്ക്ക് ഇറങ്ങരുത്. കാരണം ഈ മന്ത്രങ്ങളുടെ ക്രിയയൊന്നും ഇതോടുമായിട്ട് ചേർത്തിട്ടില്ല. ആയുർവേദ അഗ്നിഹോത്രം വീട്ടിലെ എൻവിറോൺമെന്റ്, പരിതസ്ഥിതി, പ്രാണൻ നല്ല രീതിക്ക് നിലനിർത്തുവാനും പോസിറ്റീവ് എനർജി കൊണ്ടുവരുവാനും വേണ്ടിയിട്ടുള്ള ഒരു വിഷയമാണ്. അത് വീണ്ടും ഒന്ന് വിശദമായി പറയുകയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ആദ്യം നമുക്കൊരു ഹോമകുണ്ഡം ആവശ്യമാണ്. അത് മണ്ണ് കൊണ്ടുള്ളതായാൽ വളരെയധികം ഉത്തമമാണ്. ഇന്ന് കോപ്പറിൽ നമുക്ക് ലഭിക്കും, ആമസോണിലൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ലഭിക്കും. ഈ ഹോമകുണ്ഡം അതില്ലെങ്കിൽ ഒരു ചെറിയ ചെടിച്ചട്ടി ആയാലും മതി, മൺകലമായാലും മതി. ആ ഹോമകുണ്ഡത്തെ നാം വീട്ടിൽ ഏതെങ്കിലും സൗകര്യമുള്ള ഒരു മുറിയിൽ വെക്കുന്നു, കിഴക്ക് നോക്കി ഇരിക്കുന്നു. ആ കലത്തിൽ, ആ ചെടിച്ചട്ടിയിൽ അല്ലെങ്കിൽ ഹോമകുണ്ഡത്തിൽ നാം ഹോമിക്കുവാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ആ ഹോമകുണ്ഡം അതിൽ ആദ്യം നമ്മൾ വെക്കേണ്ടത് പ്ലാവിൻ്റെ വിറകാണ്. പ്ലാംവിറക് ഇല്ലെങ്കിൽ സൗകര്യമുള്ളത് എന്തായാലും ശരി, പ്ലാംവിറക് നല്ലൊരു ഔഷധമാണ്. അപ്പോൾ പ്ലാംവിറക് വെക്കാം. ഇല്ലെങ്കിൽ വേപ്പിലയുടെ വിറക് നമുക്ക് വെക്കാം. ഈ ചുള്ളിക്കമ്പുകളൊക്കെ നമുക്ക്, കാരണം ഇന്ധനം ആവശ്യമാണ്. അങ്ങനെ അതാദ്യം നാം കത്തിക്കുന്നു. എങ്ങനെ കത്തിക്കണം എന്നുള്ള അടുത്ത ചോദ്യം വന്നു കഴിഞ്ഞാൽ, പഞ്ഞിത്തിരിയിൽ പശുവിൻ നെയ്യിൽ മുക്കിയ ശേഷം ആ തിരി കൊണ്ട് നമുക്ക് കത്തിച്ച് വെക്കണം. അങ്ങനെ അത് ഇന്ധനം ആകും. അങ്ങനെ അത് കത്തുമ്പോൾ ആദ്യം കുറച്ച് പശുവിൻ നെയ്യ് നാം ഹോമിക്കുന്നു. അതിന് നമുക്ക് ആവശ്യം ഒരു സ്പൂൺ പോലെയുള്ള ഒരു ചെറിയ തടി കൊണ്ടുള്ളത്, ഇല്ലെങ്കിൽ കോപ്പറിൻ്റെത് നമുക്ക് കിട്ടും. ഇരുമ്പ് ഉപയോഗിക്കരുത്, സ്റ്റീൽ ഉപയോഗിക്കരുത്. അങ്ങനെ ആ തടി കൊണ്ടുള്ള സ്പൂൺ ഉപയോഗിച്ചുകൊണ്ട് നാം പശുവിൻ നെയ്യ് ആദ്യം 2-3 ആവർത്തി നാം ഹോമിക്കുന്നു. അതിനുശേഷം അമൃതവള്ളി, അരയാലിൻ്റെ സമിത്ത്, വീണ്ടും പറയാം, സമിത്ത് ചമത എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, അതാത് വൃക്ഷത്തിൻ്റെ കമ്പുകളെയാണ് ഉദ്ദേശിക്കുന്നത്. ചില്ലകൾ നാം വെട്ടി ശരിയാക്കി ഒരു ചാൺ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുള്ള ആ കമ്പിനെയാണ് നാം ചമത, സമിത്ത് എന്ന് നാം വിളിക്കുന്നത്. അപ്പോൾ അതിനെ നാം ഹോമിക്കുന്നു. അങ്ങനെ അരയാലിൻ്റെത്, പേരാലിൻ്റെത് നമുക്ക് ഉപയോഗിക്കാം, നെല്ലി മരത്തിൻ്റെത് ഉപയോഗിക്കാം, കടലാടി ഉപയോഗിക്കാം. എന്നിങ്ങനെ ഈ മരുന്നുകളെല്ലാം തന്നെ വാങ്ങിച്ച് കുറച്ചായിട്ട്, പ്രത്യേകിച്ച് എണ്ണമൊന്നുമില്ല, നമ്മൾ കുറഞ്ഞത് ഒരു 16 നാം ഹോമിക്കണം. എന്നാലേ ആ ഒരു തൃപ്തി വരികയുള്ളൂ, എനർജി നിലനിൽക്കുകയുള്ളൂ, നാം ഉദ്ദേശിച്ച കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ ഉദ്ദേശിച്ചത് നല്ല പ്രാണനാണ്, നമുക്ക് പ്രാണൻ വേണം, പോസിറ്റീവ് എനർജി വേണം. അമൃതവള്ളി ഒരു 16 ഹോമിക്കുന്നു, ഇല്ലെങ്കിൽ 32, സാധിക്കുന്നവർ 32 ഹോമിക്കാം. നോക്കൂ, ഈ മൃത്യുഞ്ജയ ഹോമത്തിന്റെ ആദ്യത്തെ സമിത്ത് എന്ന് പറയുന്നത് അമൃതവള്ളിയാണ്. പേരിൽ തന്നെ അമൃത് എന്നുണ്ട്. ആ അമൃതവള്ളി ഹോമിക്കുന്നു. അതിൽ നിന്ന് വരുന്ന പുക, ഫ്യൂംസ് എന്നൊക്കെ നമുക്ക് പറയാം, അത് വീട്ടിൽ മുറിയിൽ എല്ലാ സ്ഥലത്തും അതിങ്ങനെ പടരും. നാം അറിയാതെ തന്നെ ശ്വസിക്കുകയാണ്, അതൊരു മരുന്നായി മാറുകയാണ്. ഏവരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. യജ്ഞസംസ്കാരം വന്നത് തന്നെ ഈ എന്താ പറയുക, അതിൻ്റെ ഒരു വശം പ്രകൃതി സംരക്ഷണം എന്നുള്ള അർത്ഥത്തിലും കൂടിയാണ് എന്ന് ഏവരും ചിന്തിക്കുക. അങ്ങനെ ഈ മരുന്നുകളെല്ലാം ഹോമിക്കുന്നു. അതിൽ കറുക വീട്ടുമുറ്റത്ത് തന്നെയുണ്ട്. നമുക്ക് ഏവർക്കും അത് കുറച്ച് സംഘടിപ്പിക്കാം. മാറ്റി വെച്ച ശേഷം കറുക ഹോമിക്കാം. കറുക ഔഷധ ഗുണമുള്ള ഒരു പുല്ലാണ്. ആ കറുക പുല്ല് ഏവരും ഇന്ന് ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുക, പറയുക. കേട്ടപ്പോൾ തന്നെ ഇനിയിപ്പോൾ വിശ്വസിക്കണമെന്നില്ല, നേരെ ഏവർക്കും റിസർച്ച് ചെയ്യാം. ഗൂഗിള് ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്, വിരൽ തുമ്പിൽ തന്നെ എല്ലാ നോളജും നമ്മുടെ വിരൽ തുമ്പിലുണ്ട്. ഇന്ന് AI ഉണ്ട്. ഏവർക്കും അതിൻ്റെ ഗുണങ്ങളൊക്കെ പരീക്ഷിച്ച ശേഷം തീർച്ചയായിട്ടും ഏവരും തുടങ്ങുക. കാരണം ഇതിങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നില്ല. കാരണം നാം പലതരത്തിലുള്ള വീഡിയോ അവരവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് നോക്കി പോകുമ്പോൾ അത് മാത്രമേ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. ഇങ്ങനെ ഫീഡ്സിൽ വരികയാണ്. അപ്പോൾ ആയുർവേദിക് അഗ്നിഹോത്രം ഇല്ലെങ്കിൽ അഗ്നിഹോത്രം എന്ന് ഏവരും ഒന്ന് സെർച്ച് ചെയ്യുക. അത് തന്നെ ധാരാളമാണ്. ഏവരും ഒന്ന് സെർച്ച് ചെയ്യുക. ഈ ഒരു മെസ്സേജ് ഏവരിലേക്കും എത്തിക്കുക. അഗ്നിഹോത്രം
എന്ന് സെർച്ച് ചെയ്ത ശേഷം അതിൽ കുറേ ഇൻഫർമേഷൻ ലഭിക്കും. അത് വായിച്ച് മനസ്സിലാക്കിയ ശേഷം ഏവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ആയുർവേദ അഗ്നിഹോത്രം.